ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ഡെന്റൽ കോളേജ് വെച്ചിട്ട് മരണപ്പെട്ട ജിതിൻ്റെ വാർത്ത നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് വേറൊരു തലത്തിലോട്ടാണ് ഈ ഒരു കേസ് പൊക്കോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ അവസാനം ഞാൻ 1-2 കാര്യങ്ങൾ, ഒരു ഹണി ട്രാപ്പിനെ പറ്റിയും അതുപോലെ തന്നെ ഒരു ലോൺ ആപ്പിൻ്റെ കാര്യവുമാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. എന്നാൽ ഇന്നലെ തന്നെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഒരു കാര്യത്തെ പറ്റി മാധ്യമങ്ങളെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഈ സംഗീത അതുപോലെ തന്നെ ഡോക്ടർ റാം ഇവർക്കൊക്കെ എതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രേരണ കുറ്റത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് എഫ്ഐആറിൽ പ്രതിപട്ടികയിൽ പേരുകൾ റൂംമേറ്റ്സ്, ഹോസ്റ്റൽ മേറ്റ്സ് തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ വിശദമായിട്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആയത് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്കതിൽ കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നിലവിൽ ഇതിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പോലെയുള്ള വകുപ്പുകൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം അതാണ് കേസെടുത്തിട്ടുണ്ട് രണ്ടുപേരുടെയും പേരിൽ. ഇനി നമുക്ക് ഈ ലോൺ ആപ്പ് ആൻഡ് കെണി ട്രാപ്പിനകത്തോട്ട് വരാം. പോലീസ് വ്യക്തമായി പറയുന്നുണ്ട്, ജിതിൻ ലോൺ ആപ്പിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ജിതിൻ്റെ ചേച്ചിയും പറയുന്നുണ്ട്. പുള്ളിക്കാരത്തി പറയുന്നത് അവരുടെ അറിവോടുകൂടി തന്നെയാണ് അമ്മയ്ക്ക് വയ്യാതായ സമയത്താണ് ഈ ലോൺ ആപ്പിൽ നിന്ന് 14,000 രൂപ മാത്രമാണ് കടം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ജിതിനെ ലോൺ ആപ്പുകാരൊക്കെ അയച്ചിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാലും ജിതിനകത്ത് പറയുന്നുണ്ട് ഐ ആം പുവർ എന്ന് പറയുന്നുണ്ട്. സോ അന്നേരം ആ ചാറ്റിനകത്ത് തൊട്ടടുത്ത് കിടക്കുന്നത് ഓക്കെ പേ നൗ 1000 സെൻഡ് മീ സ്ക്രീൻഷോട്ട് ദെൻ റെസ്റ്റ് എമൗണ്ട് ഐ വാണ്ട് ഓൺ ട്യൂസ്ഡേ മോർണിംഗ് ബിഫോർ 10 AM എന്നും പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. ഇത് ഈ ചാറ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇത് ജിതിൻ്റെ ഫോണിൽ നിന്ന് എടുത്താണെങ്കിൽ ഒരിക്കലും ജിതിൻ്റെ മെസ്സേജ് ഈ ഒരു സൈഡിലേ വരത്തുള്ളൂ. ഇത് ലോൺ ആപ്പുകാരൻ്റെ അവിടെ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. എന്താണെങ്കിലും സൈബർ പോലീസ് എടുത്ത ചാറ്റാണത്. അവർ ത്രെട്ടൺ ചെയ്യുന്ന രീതിയിലുള്ള ചാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയും കമ്മീഷണർ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. 12/26 ആയി സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ-ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മറ്റു കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ മധ്യയാണ് വിലയിരുത്താൻ വേണ്ടി. ഈ ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് മരിച്ചിട്ടുള്ളതാണ്, ജീവൻ ഒടുക്കിയിട്ടുള്ളതാണ് ഇവരുടെ ടോർച്ചർ കാരണം. കാര്യം അത്തരത്തിലാണ് ഇവന്മാർ ഈ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാതെ വരുന്ന സമയത്ത് ഈ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. പലതരത്തിലുള്ള മോർഫിഡ് ആയിട്ടുള്ള പിക്കുകൾ പുറത്തുവിടും, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ നമ്പേഴ്സിലോട്ട് വിളിച്ചിട്ട് നമ്മളെപ്പറ്റി അതും ഇതൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മുടെ വേറെ വൃത്തിയുടെ തരത്തിലുള്ള പിക്കൊക്കെ അവർക്ക് അയച്ചു കൊടുക്കും. അന്നേരം മൊത്തത്തിൽ ഒരുമാതിരി കുടുംബത്തിലും നാട്ടിലും വീട്ടിലും എല്ലാം നാറ്റിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പയ്യന്റെ ടീച്ചർ ലത എന്ന് പറയുന്ന ടീച്ചറിന്റെ നമ്പറിലോട്ട് ഈ 10-ാം തീയതിയാണ് ഈ ചെറുക്കൻ മരിക്കുന്നത്. 10-ാം തീയതി ഉച്ചയ്ക്ക് 1:15 ചാടി ജീവൻ കൊടുക്കുന്നത്. ആ ദിവസം ഇവരുടെ നമ്പറിലോട്ട് നിരന്തരമായിട്ട് ഈ ലോൺ ആപ്പുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യന്റെ അമ്മയുടെ പേരും ഈ പയ്യന്റെ പഠിപ്പിച്ച ടീച്ചറിന്റെ പേരും ലത എന്നാണ്. ഒന്നെങ്കിൽ ഈ നമ്മൾ ആപ്പ് എടുക്കുന്ന സമയത്ത് ഈ ആപ്പിനകത്ത് പെർമിഷൻ കൊടുക്കുന്ന ഒരു വകുപ്പുണ്ട്. നമ്മൾ ഓരോ ആപ്പിനകത്ത് ക്യാമറ പെർമിഷൻ, മൈക്രോഫോണിന്റെ പെർമിഷൻ, അവർക്ക് അത് യൂസ് ചെയ്യാൻ അസസ് ചെയ്യാൻ പറ്റുന്ന പെർമിഷൻ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പം ഈ കോൺടാക്ട് അസസ് ചെയ്യുന്ന പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സ് എല്ലാം ഇവർക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ പയ്യന്റെ ഫോണിൽ നിന്നുള്ള കോൺടാക്ട് ഇവർ അസസ് ചെയ്യുകയും അതിനകത്ത് ഈ ലതയെന്നുള്ള നമ്പർ എടുത്തിട്ട് ആ നമ്പറിലോട്ട് വിളിച്ചിട്ട് ആയിരിക്കും ഇവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. മേ ബി ചിലപ്പോൾ ഈ ചെറുക്കൻ്റെ അമ്മയാണ് എന്നുള്ള തരത്തിലായിരിക്കണം അവർ നിരന്തരമായിട്ട് ആ ഒരു നമ്പറിലോട്ട് കോൾ ചെയ്തേക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അമ്മയുടെ പേരും ടീച്ചറിന്റെ പേരും എന്താണ്, ലത എന്നാണ്. ചേച്ചി വേറൊരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ വെക്കാം. പുള്ളിക്കാരത്തി പറയുന്നത് ഈ അമ്മയുടെ ഫോണ് ആ സമയത്ത് ഓൺ ആയിരുന്നില്ല, അവൈലബിൾ ആയിരുന്നില്ല. മേ ബി അതും ഒരു കാരണമായിരിക്കാം. ഈ അമ്മയുടെ നമ്പറിലോട്ട് 2 നമ്പർ കൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഈ ലോൺ എടുക്കുന്ന സമയത്ത്. ആൾട്ടർനേറ്റീവായിട്ട് വേറെ നമ്പർ നമ്മളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ. അന്നേരം ആ കൊടുത്ത നമ്പർ ചിലപ്പോൾ ലത എന്നുള്ളതായിരിക്കാം, അമ്മയുടെ നമ്പർ ആയിരിക്കാം. പക്ഷെ ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്ന സമയത്ത് എന്താണ്, ഇവന്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള മറ്റൊരു ലതയെ വിളിച്ചിട്ട് അവർ ഇതുപോലെ നിരന്തരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഈ ചെറുക്കനെ സ്റ്റാഫ് റൂമിലോട്ട് വിളിച്ച് വരുത്തുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. മേ ബി ഈ ചെറുക്കൻ പർപ്പസ്ഫുള്ളി ഈ ടീച്ചറിന്റെ ഫോൺ നമ്പർ കൊടുത്തതുമാകാം. അങ്ങനെയും ഒരു സാധ്യത ഇതിനകത്തുണ്ട്. അത് പോലീസാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ മാറി ഇവർ വിളിച്ചതാണോ, ആ ഒരു ക്ലാരിറ്റി പോലീസ് എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നു. ഇനി നിതിൻ്റെ ചേച്ചിയായിട്ടുള്ള നികിത,
ഈ ലോൺ ആപ്പിനെ പറ്റി ഏഷ്യാൻ ന്യൂസിനകത്ത് ഇന്നലെ രാത്രിയുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിനകത്ത് വന്നിട്ട് പുള്ളിക്കാരത്തി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് വെക്കാം. ഇല്ല അത് അമ്മ ഹോസ്പിറ്റൽ, അതായത് ഞങ്ങൾക്ക് അറിയാന്നുള്ള ലോണ് തന്നെയാണ്. അമ്മ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ആപ്പ് ലോൺ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ടൈം ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു അടയ്ക്കാന്നുള്ളത്. പിന്നെ ഇതിൽ ലത എന്ന് പറയുന്ന ഒരു മാം ഉണ്ട്. അത് അമ്മ എന്നുള്ള, അതായത് അവർ RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ല. ഇൻസ്റ്റന്റ് ഫണ്ട് എന്ന ആപ്പിന്റെ പേര് രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു കമ്പനി അല്ലാത്തത് കൊണ്ട് നമുക്ക് അമ്മ, അതായത് പാൻ കാർഡിൽ കിടക്കുന്ന നിതിൻ ലത രാജൻ എന്നുള്ള നമ്പർ, അതായത് അമ്മയ്ക്ക് ആ 2-3 ദിവസം ഇൻകമിങ് കോള് കട്ടായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളത് വിളിക്കുന്നുണ്ട്, ഞങ്ങളത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നമ്പറിൽ നിന്നല്ല അത് കോൾ വരുന്നത്, നൂറോളം നമ്പറിൽ നിന്നാണ് അത് കോൾ വരുന്നത്. അപ്പോൾ അവൻ്റെ മദർ ലത എന്നുള്ള രീതിക്കായിരിക്കും അവർക്കറിയത്തില്ലല്ലോ, അവർ ഹിന്ദിക്കാരാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അയച്ചിട്ടുണ്ട്. അത് ഞങ്ങളതിന് സമയം ചോദിച്ചു. നമ്മൾ ഇന്ന് തന്നെ അത് പേയ്മെൻറ്റ് ചെയ്യാം, നാളെ തന്നെ. അതിന് പേയ്മെൻറ്റ് ഞാൻ അയച്ചു കൊടുത്തതുമാണ്. പേയ്മെൻറ്റ് അയച്ചു കൊടുത്തപ്പോഴത്തേക്കാണ് ദന്തൽ കിറ്റില്ല, എക്സാം പ്രാക്ടിക്കൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട്, അതായത് ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ, അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇവന് ഇങ്ങനെ ഡെന്റൽ കിറ്റ് വാങ്ങാനായിട്ട് കൊടുത്തിരുന്ന ക്യാഷ് ആയിരുന്നു അമ്മയ്ക്ക് ഹോസ്പിറ്റൽ ചെലവിനെല്ലാം പോയത്. പിന്നെ ലോണെല്ലാം എടുത്തിട്ടാണ്, നമുക്ക് വലിയ സാമ്പത്തികമുള്ള ഫാമിലിയൊന്നും അല്ല, വലിയ തുകയായിരുന്നു. അങ്ങനെ എന്തേലും അല്ലല്ല 14,000 എടുത്തിട്ടുള്ളത്. 14,000 രൂപയാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അത് ഫണ്ട് എത്ര വന്നിട്ടുള്ളതെന്ന് പോലും എൻ്റെ എല്ലാ റെക്കോർഡാണ്, എൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് അയച്ചു തരും. സോ ഒരു കാര്യം ഇപ്പോൾ ക്ലിയർ ആണ്. ഈ ഒരു കാര്യം വെച്ചിട്ട് എന്താണെങ്കിലും ഈ പയ്യനെ സ്റ്റാഫ് റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട്. അതിന്റെ CCTV ഫുട്ടേജും പോലീസ് റിക്കവറി എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റാഫ് റൂമിലോട്ട് വിളിച്ച് വരുത്തി അരമണിക്കൂറിന് ശേഷമാണ് ഈ പയ്യൻ പോയിട്ട് ഈ കടുംകൈ ചെയ്യുന്നത്. ഈ ലത മാമിനെ പറ്റി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നമ്മൾ അതുകൂടെ നോക്കാം. കാര്യം ഈ ലത മാമിൻ്റെ അടുത്ത് അവന് വലിയ കാര്യമായിരുന്നു. ഈ ലത മാം ഇവിടുന്ന് അവനെ രണ്ടാമത്തെ ടൈമിൽ ബിയാട്രിക്സ് മാമെന്നും ബിയാട്രിക്സ് ഈ 2 മാമും ഭയങ്കരമായിട്ട് മെസ്സേജൊക്കെ അയച്ച് അവനെ തിരിച്ചു വിളിച്ച് ലാസ്റ്റ് മരണത്തിലേക്ക് തള്ളി വിടാനായിരുന്നു ഈ മെഡിക്കൽ കോളേജിലുള്ള 2 ടീച്ചേഴ്സ് അവനെ തിരിച്ചു വിളിച്ചത്. ഇത് ഇന്നലെ പറഞ്ഞതാണ്. ഇത് തൊട്ട് മുമ്പത്തെ ദിവസം പുള്ളിക്കാരത്തി രാവിലെ പറഞ്ഞ ഒരു കാര്യം കൂടെ വെക്കാം. ലത മാമും അതായത് ബിയാട്രിക്സ് മാം മെഡിക്കൽ കോളേജിലാണ്. ഇവർ രണ്ടുപേരും നല്ലപോലെ നിർബന്ധിച്ചായിരുന്നു മോൻ അങ്ങോട്ട് വരാൻ വേണ്ടി, നല്ല രീതിക്ക് നിർബന്ധിച്ചായത്. അതിന് സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അയച്ചു തന്നത്. ട്രെയിൻ കയറിയോ, എന്തിനാണ് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം? ട്രെയിൻ കിട്ടിയോ, ട്രെയിൻ കയറിയോ, ട്രെയിൻ എത്തിയോ, അവിടെ എത്തിയോ, ഇതിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അവരെന്തോ ഈ ചെറുക്കനെ നിർബന്ധപൂർവ്വം വിളിച്ചു വരുത്തിയതാണ്. ഇപ്പൊ ലത മാം തഞ്ചത്തിൽ മെസ്സേജ് അയച്ചതാണ്. ഈ ചെറുക്കൻ അങ്ങോട്ട് വരുന്ന സമയത്ത് ട്രെയിൻ കിട്ടിയോ, ട്രെയിൻ കയറിയോ എന്നൊക്കെ രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈളാ കുഞ്ഞൊന്നും അല്ലല്ലോ മോൻ എത്തിയോ ഇല്ലയോ എന്നൊക്കെ വിളിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ ആ പയ്യനെ വിളിച്ചു വരുത്തിയത്. ഒന്നെങ്കിൽ ഈ ടീച്ചർ പേടിച്ചിട്ടുണ്ടാവും, അവരെ ഏതെങ്കിലും രീതിയിൽ ഈ ലോൺ ആപ്പുകാർ ഫോണിൽ കൂടെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കാര്യം അവർ പേടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഇതിനെ തഞ്ചത്തിൽ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അപ്പം സ്റ്റാഫ് റൂമിലോട്ടോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ റൂമിലോട്ടോ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ പറയാതെ തന്നെ ഈ കോളേജിലെ കുട്ടികൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. കൊല വിളിച്ച് കാണും ചെറുക്കനെ. ഈ കാര്യവും പറഞ്ഞ് ഈ ചെറുക്കനെ ഉറപ്പായിട്ടും ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും. പണത്തിന്റെ തട്ടിപ്പ് അതും അവന്റെ തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവൻ അബദ്ധം പറ്റിയതാവാം. അവനെ നാറ്റിച്ച് കാണും, നശിപ്പിച്ചിട്ടുണ്ടാവും അതിനകത്ത്. ആ റൂമിൽ ഈ പറയുന്ന റാം എന്ന് പറയുന്നവനുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഉറപ്പുവരുത്തണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവനുമായിട്ട് ഓൾറെഡി ഒരു ഉടക്ക് ഈ നിതിനുണ്ട്. അപ്പൊ ഇങ്ങനൊരു അവസരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ വെച്ചേക്കത്തില്ല, മുതലെടുത്തിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ആ ചെറുക്കനെ മെന്റൽ ടോർച്ചർ ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം ആ ഒരു റൂമിൽ നടന്നിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഒരു ട്രാപ്പ്, മറ്റേ കെണി ട്രാപ്പ്. ഇതിന്റെ പേരിലും ഈ ചെറുക്കന്റെ പേരിലും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നു. ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളേജിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഈ ചെറുക്കന്റെ പേരിൽ പരാതി തന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ പറ്റി ഈ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നുണ്ട്. അതൊന്ന് വെക്കാം. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തിൽ ലഭിച്ച ഒരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ പരാതി പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പോലീസ് കാണുന്നില്ല. പക്ഷെ ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പല ഇൻസിഡൻസും, ആ സംഭവം പ്രധാനമായിട്ടും ഇവിടെ ലഭിച്ചിരുന്ന പരാതി ഈ കുട്ടിക്കെതിരെയുള്ള പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ ലഭിച്ചിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അന്വേഷണ മധ്യേ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി, അത് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിൻകാലത്ത് ആ പരാതിക്കാരന് മനസ്സിലാവുകയാണ് ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും, പക്ഷെ തുടർന്ന് അതിലൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരാതിക്കാരൻ തയ്യാറാവാത്തത് കൊണ്ട് അതൊരു പെറ്റീഷൻ എന്ന രീതിയിലേക്ക് ഇവിടെ അന്വേഷിക്കുകയും അതിന്റെ രേഖകളിൽ പോലീസ് സ്റ്റേഷൻ ലഭ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അന്ന് അത് ആരാണ്, അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നത് കോളേജിന്റെ പ്രിമൈസസിലേക്ക് വന്ന് ആയതിനെ തുടർന്നൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലതരത്തിലേക്കുള്ള അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് കോളേജിന്റെ രേഖകളിലേക്ക് എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് രേഖകൾ ഉണ്ട് എന്നും പോലീസ് മനസ്സിലാക്കിയിട്ട് അത്തരത്തിൽ രേഖകൾ നമ്മൾ ഈ കേസിലേക്ക് എടുത്തിട്ടുണ്ട്.
ഇവിടെ നോക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ചെറുക്കൻ കോളേജിൽ കയറുന്നത് സെപ്റ്റംബറിലാണ്. ഈ സംഭവം നടക്കുന്നത് നവംബർ ഡിസംബറിലാണെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഒരു വ്യക്തിയോട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, പെണ്ണാണെന്നും പറഞ്ഞ് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ കോളേജിൽ കയറുന്നതിന് മുമ്പ് തന്നെയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. പക്ഷേ ഈ കോളേജിൽ വന്ന സമയത്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇവനൊരാണാണെന്ന് മനസ്സിലാക്കുകയും ഇയാൾ കോളേജിലോട്ട് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞത് ഈ പയ്യൻ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയിട്ടുണ്ടായിരുന്നു, പെണ്ണാണെന്നും പറഞ്ഞ് പല രീതിയിലും പണം തട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പ്രൂഫ് ഒന്നുമില്ല, അത് പോലീസാണ് പറയേണ്ടത്, അന്വേഷിച്ചിട്ട് അവരാണ് കണ്ടെത്തിയിട്ട് പറയേണ്ടത്. അപ്പം ഇവർ ഈ കോളേജിലോട്ട് വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഈ ചെറുക്കൻ ഈ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവൻ കോളേജിൽ മൊത്തം ഫേമസ് ആവുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഇഷ്യൂവിന്റെ പേരിലാണ് ഇവൻ എല്ലാവരും അറിയുന്നത്. ഇവൻ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് കൂടിയാണ്. ഈ ഒരു കാര്യത്തെ തുടർന്നാണ് ഇവൻ 1 മാസത്തെ ലീവ് എടുത്തിട്ട് കോളേജ് വിട്ട് വീട്ടിൽ പോയിട്ട് ഇരിക്കുന്നത്. റൂമിന്റെ പുറത്തോട്ട് പോലും ഇറങ്ങാതെ റൂമിന്റെ അകത്ത് അടച്ചിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ പേരൻസും ഈ ചേച്ചിയൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു സംഭവത്തെ തുടർന്നാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മാത്രമല്ല പോലീസ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇങ്ങനൊരു പ്രശ്നം ഇനി ഉണ്ടാവില്ല എന്ന് ഇവനെ കൊണ്ട് എഴുതി മേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഈ പയ്യന്റെ ചേച്ചി നികിത പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. കോളേജുകാർ പിന്നെ പറയുന്ന ഹണി ട്രാപ്പ്. എന്തോന്ന് ഹണി ട്രാപ്പ്? ഇവന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഞാനും എൻ്റെ ചേച്ചി അച്ഛൻ, പിന്നെ എൻ്റെ ഹസ്ബൻഡ്, ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ കുഞ്ഞമ്മ, ഇവരൊക്കെയാണ് അവന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ ഫുള്ളും, അതായത് ഏത് അക്കൗണ്ട് എടുത്ത് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഫുൾ ചെക്ക് ചെയ്തിരുന്നാലും അതേ കിട്ടത്തുള്ളൂ. പിന്നെ ഹണി ട്രാപ്പ്, ഈ ആവശ്യമില്ലാത്ത കഥകൾ എന്തിനാണ് ഈ കോളേജുകാർ ഇറക്കുന്നത്? അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെ ജയിച്ചാലല്ലേ ഇനി അടുത്ത കുട്ടിക്ക് ഇത് അടുത്ത കുട്ടീനെ അടുത്ത വർഷം കൊല്ലാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോ കഥകൾ അവരുണ്ടാക്കി, ഇങ്ങനെ കഥകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇനി അടുത്ത വർഷം ഒരു കുട്ടിക്ക് ഇതുപോലെ വരാം. ഈ വർഷം തന്നെ ഒരു കുട്ടിക്ക് ഉണ്ടാവാമല്ലോ. ഇങ്ങനെ ഓരോ കഥകൾ അവർ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടല്ലേ ഓരോ കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനും അവർ സൂയിസൈഡ്, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വല്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അവർ പാരന്റിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണ്ടേ. പിന്നെ ഈ ടൈം വരെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആശ്വാസ വാക്ക് പോലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അല്പം മുമ്പ് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞിരുന്നു, അങ്ങോട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞതാണ്, പട്ടാമ്പിയിലോ മറ്റൊരു കേസ്, ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ കോളേജിലാണ് എത്തിയത്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് എഴുതി നൽകിയതിന്റെ രേഖയടക്കം അവർക്ക് ലഭിച്ചു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായി നിങ്ങളോട് ഇതുവരെയും കോളേജ് അധികൃതർ അറിയിച്ചിട്ടില്ല? സാർ ഒരിക്കലും ഹണി ട്രാപ്പ്, സാർ അങ്ങനെ ഹണി ട്രാപ്പ് എന്നുള്ള ഒരു കാര്യമേ നടന്നിട്ടില്ല. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പൈസ തട്ടിക്കുന്ന, ഈ വീട്ടിലിരിക്കുന്ന ഈ പയ്യൻ എന്തിനാണ് മറ്റുള്ളവരുടെ പൈസ? കോളേജിൽ പോകാനാണെങ്കിൽ ഞങ്ങൾ പൈസ കൊടുക്കുന്നില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ലേ അവർ ഇത്ര വർഷം നോക്കിയത്, മറ്റുള്ളവരുടെ പൈസ എന്തിനാണ്? അങ്ങനെയാണ് ഒരു കാര്യം കൂടെ നമുക്ക് ചോദിക്കാനുണ്ട്. ഈ കോളേജിൽ പോകുന്ന പയ്യനെ കൊണ്ട് നിങ്ങൾ എന്തിനാണ് അമ്മയ്ക്ക് വയ്യാന്നുള്ള രീതിയിൽ ലോൺ എടുപ്പിച്ചത്? അവൻ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ അവനെ പഠിക്കാൻ വിട്ടൂടെ? അവന്റെ നമ്പറിൽ അവനെ കൊണ്ട് എന്തിനാണ് ലോൺ എടുപ്പിച്ചത്? നിങ്ങൾ കരുതി പറയുന്നുണ്ടല്ലോ നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന ആപ്പൊക്കെ ആണെന്ന്. അത് പിന്നെ നിങ്ങൾക്ക് ലോൺ എടുത്താൽ പോരായിരുന്നു? എന്തിനാണ് ആ ലോണിന്റെ ഭാരം കൂടെ അവന്റെ തലയിൽ ഇട്ട് കൊടുത്തത്? അതുകൊണ്ടാണല്ലോ ആ ചെറുക്കൻ ഇങ്ങനത്തെ അവസ്ഥ ഇപ്പോൾ വന്നത്. ആ ഒരു കാര്യവും ഇതിനകത്ത് ആ ചെറുക്കിന് മാനസിക സംഘർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പിടിച്ചു വാങ്ങേണ്ട ആവശ്യം. ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ലേ? അതിനുള്ള ശക്തമായിട്ടുള്ള തെളിവ് ഇയാൾ കൊണ്ടുവരട്ടെ. അങ്ങനെ ഒരു കാര്യം പ്രിൻസിപ്പളൊക്കെ ഇയാൾ ഇവർക്ക് ജീവനോട് ഇരിക്കല്ലേ? കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ് അങ്ങനെ ഇവർ തെളിയിക്കട്ടെ. ഇയാള് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കല്ലേ വേണ്ടത്. ഇപ്പൊ ഹണി ട്രാപ്പ് ഇങ്ങനെ വാ കൊണ്ട് പറയല്ലോ വേണ്ട, അത് തെളിയിക്കണ്ടേ. നമ്മൾ വാ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയാവണമെന്നുണ്ടോ? അത് തെളിയിക്കണ്ടേ ഹണി ട്രാപ്പ്. അപ്പം നികിത പറയുന്നത് ഇതാണ്. നേരത്തെ പോലീസ് കമ്മീഷണർ പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഈ 2 കേസും, ഒന്ന് ഈ പറയുന്ന ട്രാപ്പ്, 2 ഈ ലോണ്, ഈ 2 കേസും തമ്മിൽ ബന്ധമുണ്ട്. ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ബന്ധമല്ല. ഈ ചെറുക്കനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങളും കോളേജുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ട്രാപ്പിന്റെ കേസ് വന്നപ്പോൾ തന്നെ ഈ ചെറുക്കനെ കൊണ്ട് ലെറ്റർ എഴുതി മേടിപ്പിച്ചതാണ് ഇങ്ങനൊരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. ആൻഡ് അഗെയിൻ ഇവനെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പേരിൽ ഇങ്ങനെ ഒരു ലോണിന്റെ പരിപാടിയും കൂടെ വന്നപ്പോഴത്തേക്ക് കോളേജുകാർ നല്ല രീതിയിൽ ഈ ചെറുക്കനെ ഫയർ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും നാള് അക്കാഡമിക്സിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ടായിരുന്നു ഈ ചെറുക്കനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ കാസ്റ്റ് പറഞ്ഞിട്ടുള്ള അധിക്ഷേപം, അവന്റെ കളർ വെച്ചിട്ടുള്ളത്, അച്ഛന്റെ ജോലി പറഞ്ഞിട്ടുള്ളത്, അപ്പൊ ഈ തരത്തിലൊക്കെയുള്ള അധിക്ഷേപങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ തന്നെ അസാസിനേറ്റ് ചെയ്യുന്നത്, അവനെ ഒരു തട്ടിപ്പ് വീരനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ കോളേജുകാർ ശ്രമിച്ചിട്ടുണ്ടാവണം. ആദ്യം പറഞ്ഞ ആ ലെറ്റർ വെച്ചിട്ട് അങ്ങനെ സംഭവങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം വെച്ചിട്ട് ഉറപ്പായിട്ടും ഈ ചെറുക്കനെ ത്രട്ടൺ ചെയ്തിട്ടുണ്ടാവും. ഉറപ്പാണ്. ഈ ലോൺ ആപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ന്യൂസ് കൂടെ ഞാൻ കേൾപ്പിക്കാം. ആ 2ാം നമ്പർ കൊടുത്തിട്ടുള്ളത് ഈ അമ്മയുടെ ആണോ അധ്യാപികയുടെ ആണോ എന്ന കാര്യം അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. എന്തായാലും ഈ അധ്യാപികയ്ക്ക് നിരന്തരമായി ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു. നമുക്ക് ആ സന്ദേശങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ നിതിൻ പറയുന്നുണ്ട്, ഐ ആം പുവർ, കുറച്ച് സമയം തരണം എന്ന് പറയുന്നുണ്ട്. വീട്ടുകാർ പറയുന്നുണ്ട്, എടുത്തതിന്റെ അത്രയും പണം പലിശ സഹിതം
സഹിതം തിരിച്ചടച്ചു കഴിഞ്ഞു. പിന്നെയും കാരണം ചില ബ്ലേഡ് ഇവിടെ കൊള്ള ബ്ലേഡ് നടത്തുന്നവരെക്കാൾ ക്രൂരമായ വിനോദമാണ് ചില സമയത്ത് ഈ പറയുന്ന ഈ ഓൺലൈൻ മാഫിയ സംഘം നടത്തുന്നത്. അത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ വീണ്ടും പണം വേണം, ഇന്ന് തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഇടണം, അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയക്കണം, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കും. ഈ അധ്യാപികയ്ക്ക് അയച്ച കാര്യത്തിൽ പറയുന്നു പെട്ടെന്ന് തന്നെ ഈ പണം അടയ്ക്കാൻ നിർബന്ധിക്കണം, അല്ലെങ്കിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ മാറ്റണം. ഇത്തരത്തിൽ പോലീസിന്റെ പരാതിക്കൊപ്പവും പോലീസിന്റെ കണ്ണൂർ സൈബർ പോലീസ് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുമാണ്, സ്ക്രീൻഷോട്ടുകളുമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. എന്തായാലും അന്നേ ദിവസം ഈ അധ്യാപിക പരാതി കൊടുക്കുന്നു, അതായത് ഈ ആത്മഹത്യ നടക്കുന്ന ദിവസം അധ്യാപിക പരാതി കൊടുക്കുന്നു. പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് ഈ നിതിനെ വിളിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ആ റൂമിൽ നിന്നും പോയി അരമണിക്കൂറിനകമാണ് ജീവനൊടുക്കുകയും ചെയ്യുന്നത്. വ്യക്തമായി കേട്ടല്ലോ. അന്നേ ദിവസം ഏപ്രിൽ 10-ാം തീയതി ഈ ലത എന്ന് പറയുന്ന പ്രൊഫസറിന്റെ നമ്പറിലോട്ട് ഈ ലോൺ ആപ്പുകാർ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. ഇവനുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ആ സ്ക്രീൻഷോട്ടാണ് ഈ ലതയുടെ വാട്സപ്പിലോട്ട് അയച്ചേക്കുന്നത്. അതാണ് ഇവർ റിക്കവർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ ഇപ്പുറത്തെ സൈഡിൽ മെസ്സേജ് ഒന്ന് കിടക്കുന്നതെന്ന്. അവർ ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ലതയുടെ ഫോൺ നമ്പറിലോട്ട് അയച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഇവർ ഭീഷണിപ്പെടുത്തിയത്. അപ്പൊ ഈ ഒരു കാര്യം ടീച്ചർ പോയിട്ട് പ്രിൻസിപ്പളിനെ അറിയിക്കുന്നു. പ്രിൻസിപ്പൾ ഈ ചെറുക്കനെ റൂമിലോട്ട് വിളിച്ചു വരുത്തുന്നു. അവിടെ ആ റൂമിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. ആ റൂമിനകത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്കറിയില്ല. ഏതൊക്കെ രീതിയിലാണ് ഈ ചെറുക്കനെ ടോർച്ചർ ചെയ്തത്, എന്തൊക്കെ നടപടികളാണ് ഈ ചെറുക്കന്റെ പേരിൽ എടുത്തതെന്ന് അറിയില്ല. എന്താണെങ്കിലും അവനെ തകർക്കുന്ന രീതിയിൽ, മെന്റലി അല്ലെങ്കിൽ അവന്റെ ജീവിതം തകർക്കുന്ന രീതിയിൽ ആ റൂമിനകത്ത് ഇവർ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇവന്റെ മെന്റലി അത്രയും ഇവനെ തകർത്തിട്ടുണ്ടാവണം. ഇതിവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതിന്റെ വോയിസ് ഒരെണ്ണം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ വോയിസിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതിന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാറന്മാരുടെ മുമ്പിൽ നിന്ന് തന്നെ നട്ടല് നിവർത്തി ഇന്ന് സംസാരിക്കാൻ കഴിവുള്ള ഒരുത്തനാണ്. ഇതിനു മുമ്പും പലപ്പോഴായിട്ട് നിതിനെ സ്റ്റാഫ് റൂമിലോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും തളരാത്ത നിതിൻ ഈ സമയത്ത് എന്തുകൊണ്ട് മെന്റലി തകർന്ന് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു എന്നുള്ള ഒരു വലിയൊരു ചോദ്യചിഹ്നം കിടപ്പുണ്ട്. അതിനുള്ള ഉത്തരമാണ് തേടേണ്ടത്. അതിന് നമുക്ക് ആദ്യം അറിയേണ്ടത് ആ സ്റ്റാഫ് റൂമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ സംഭാഷണങ്ങൾ എന്തൊക്കെയുള്ളതാണ്, ഇവനെ എന്ത് പറഞ്ഞിട്ടാണ് ഇവർ കുറ്റപ്പെടുത്തിയത്, ഏതൊക്കെ രീതിയിലാണ് ഇവർ സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങളാണ്. 1-2 സിനാരിയോസ് ഞാൻ പറയാം. മേ ബി ഈ ചെറുക്കന്റെ ഭാഗത്ത് കുറ്റം ഉണ്ടായിട്ടുണ്ടാവും. ഈ ലതയെന്ന് പറയുന്നവരുടെ നമ്പർ പർപ്പസ്ഫുള്ളി കൊടുത്തിട്ടുള്ളതാവാം. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ട്രാപ്പിന്റെ അകത്തും ഇവൻ കുറ്റം ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഈ 2 കുറ്റവും കൂടെ ഇവന്റെ തലയിലോട്ട് വന്ന സമയത്ത് ഇവന്റെ കരിയർ നശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജീവിതം നശിക്കുന്ന രീതിയിൽ ഒരു സംഭവം വന്നപ്പോൾ ഇവന്റെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റാണെന്ന് തോന്നിയിട്ട് ആ ഒരു കുറ്റബോധത്തിൽ ചിലപ്പോൾ ഇത് ചെയ്തതാവാം. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ വെച്ചിട്ട്, ഈ 2 കാര്യങ്ങളൂടെ വെച്ചിട്ട് കോളേജുകാർ ഈ ചെറുക്കനെ അത്രയും മാനസികമായിട്ട് ത്രട്ടൻ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു മെന്റൽ ടോർച്ചർ താങ്ങാനാവാതായിരിക്കണം ഈ പയ്യൻ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതാ പറയുന്നത്, ആ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങി 30 മിനിറ്റ്സിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആ സ്റ്റാഫ് റൂമിൽ നടന്ന കാര്യമാണ് ആ ഒരു മരണത്തിലോട്ട് ഈ പയ്യനെ നയിച്ചത്. എന്താണെങ്കിലും പോലീസ് കണ്ടെത്തട്ടെ. സ്റ്റാഫ് റൂമിൽ ചിലപ്പോൾ CCTV ഉണ്ടാവും, അല്ലെങ്കിൽ മൈക്രോഫോൺ അടങ്ങിയിട്ടുള്ള CCTV ഉണ്ടാവും. ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കാൻ പറ്റുമെങ്കിൽ പോലീസ് കണ്ടെത്തട്ടെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യമെന്ന്. ആൻഡ് ഈ പറയുന്ന റാം എന്ന് പറയുന്ന സാറ്, ഡോക്ടർ MK റാം, ഇവനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു കുട്ടി പോലും ഇവനെതിരെ പ്രതികരിച്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് മീഡിയാസിന്റെ മുന്നിലോട്ട് 1-2 കുട്ടികൾ ഇവന്റെ പേര് പറഞ്ഞ് അവരുടെ മുഖം കാണിച്ച് തന്നെ പ്രതികരിച്ചു വന്നു. ആ കുട്ടികൾ പറയുന്ന കാര്യം ഞാനത് വെക്കാം. കമന്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള 90% കാര്യങ്ങളും സത്യമാണ്. കാരണം പുള്ളി ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചാപ്റ്ററിന്റെ പേര് ഇപ്പൊ ഫിക്സേഷൻ ആണ്, ഫിക്സേഷൻ. പിന്നെ ആളുടെ ഭാര്യയുടെ കാര്യവും മോദിയുടെ കാര്യവും വേറെ എന്തൊക്കെയോ കാര്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്, കാസ്റ്റ് റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്. നീ ക്രിസ്ത്യൻ ആണോ, ആരൊക്കെ ക്രിസ്ത്യൻ ഉണ്ട് കൈപ്പൊക്കുക. പക്ഷെ കാസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ കളർ പറഞ്ഞിട്ടുണ്ട്, സ്കിന്നി, ബ്ലാക്ക്, വൈറ്റ്, ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഈ പേരുകൾ എഴുതി കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ് ആയിട്ട്. അക്കാഡമിക് ഡീനിന്റെ മുന്നിൽ നടപടി അവർ ഫയൽ പോലും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ നിന്ന് പറഞ്ഞത് കംപ്ലൈന്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ പുള്ളിക്ക് ഒരു സസ്പെൻഷൻ കിട്ടി. കേട്ടല്ലോ, ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇനി എന്താവും തീരുവോ നമ്മൾ കണ്ടറിയണം. ഒരാളെങ്കിലും നട്ടല് കാണിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇതുവരെ ആരും ഒരു കുഞ്ഞു പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. പേടിയാണ്, അത്രയും പേടിപ്പിച്ചാണ് ഇവരെ നിർത്തിയിരിക്കുന്നത്. ഈ റാം എന്ന് പറയുന്ന ഈ നാറിയെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. ഒന്നല്ല, അവിടെ പഠിച്ചിറങ്ങിയ പല സ്റ്റുഡൻസും ഇവന്റെ ടോർച്ചർ താങ്ങാനാവാതെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളവരാണ്. ആ ട്രോമയിൽ കഴിയുന്ന പലരും ഇപ്പോഴും ഉണ്ട്. ഇന്ന് ഇതിന്റെ വീഡിയോ അടിയിൽ വരുന്ന കമന്റ്സ് എടുത്ത് മാത്രം നോക്കിയാൽ മതി എന്തോരം ആൾക്കാരാണ് ഇവനെതിരെ വരുന്നതെന്ന് അറിയണമെങ്കിൽ. ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ, ഒരു ഡോക്ടർ എന്ന നിലയിലോ ഒരു പ്രൊഫസർ എന്ന നിലയിലോ ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരുത്തൻ. ഇനി ഈ നിതിന്റെ കേസിൽ യവൻ കാരണമാണെങ്കിൽ യവൻ കാരണമല്ലെങ്കിലും യവനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. ഒരു കുട്ടിയെ പോലും യവൻ പഠിപ്പിക്കാൻ യോഗ്യനല്ല. ദൈവത്തെ ഓർത്ത് ഇതുപോലുള്ള നാറികൾ പഠിപ്പിക്കുന്ന കോളേജുകളിലോട്ട് നിങ്ങളുടെ കുട്ടികളെ വിടാതിരിക്കുക. ചില ആളുകൾ കടമൊക്കെ മേടിച്ച് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും വിടുന്നത്. അവർ പെട്ടുപോകും ചിലപ്പോൾ ഇങ്ങനെയുള്ള നാറികൾ പഠിപ്പിക്കുന്ന കോളേജുകളിൽ. അവരുടെ ഗതികേട് കൊണ്ട് 4-5 കൊല്ലം അവിടെ തള്ളി നീക്കേണ്ടി വരും.
അതൊക്കെയാണ് ഇവരെ പോലുള്ളവന്മാർ മുതലെടുക്കുന്നത്. അവർക്കറിയാം ഇത്രയും പൈസ തന്നിട്ടാണ് ഇവർ വന്ന് ഇവിടെ ഇരിക്കുന്നത്. അവനൊക്കെ പറയുന്ന കേൾക്കാതെ അവനെ ധിക്കരിച്ച് ഈ കോളേജ് വിട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ പൈസയും പോവും, കരിയറും പോവും, എല്ലാം പോവും. അതുകൊണ്ടാണ് കടിച്ച് പിടിച്ച് സ്റ്റുഡൻസ് ഇവന്റെയൊക്കെ വാക്ക് കേട്ട് ഇവന്റെയൊക്കെ വായിന്ന് വരുന്ന വഷളത്തരങ്ങൾ കേട്ട് ആ ക്ലാസ്സിൽ ഇരിക്കേണ്ട അവസ്ഥ വരുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി.